Hi guys! ദിവസവും ഈ ഒരു പൗഡർ ഉപയോഗിച്ച് മുഖവും ശരീരവും തേച്ച് കുളിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിമ്പുള്ളി, തഴമ്പ്, കറുത്ത പാടുകൾ ഇതെല്ലാം മാഞ്ഞ് നല്ല ഗ്ലോയിങ് ആക്കി കൊണ്ടുവരും കേട്ടോ. കൂടെ നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിക്ക് തന്നെ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. കൂടാതെ നമുക്ക് വേർപ്പിൻ്റെ ആ ഒരു ദുർഗന്ധം കൂടി ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള മാജിക്കൽ ബാത്ത് പൗഡറിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസും സൂപ്പർബ് പറഞ്ഞാലും പോരാ, അത്രയും സൂപ്പർബാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ക്ലീൻ ബൗൾ എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ക്ലീൻ ബൗൾ എടുക്കാം. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ചെറുപയറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ചെറുപയർ പൊടി പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ചേരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടലമാവ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കുന്നത് റെഡ് ലെൻറ്റിലാണ്, നമ്മുടെ മസൂർ ദാൽ, ചുമന്ന പരിപ്പ്. അത് ഞാനിവിടെ ഈക്വലായിട്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവാനായിട്ടും പാടുകൾ പോകാനായിട്ടും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകാനായിട്ട് ഈ ഒരു റെഡ് ലെൻറ്റിൽ സൂപ്പറാണ് കേട്ടോ. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഇത് ബോയ്സിനും ചേർക്കാം കേട്ടോ. കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ട് ഇത് ബോയ്സിനും ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് കസ്തൂരി മഞ്ഞൾ ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ മഞ്ഞൾ ചേർക്കാം. ഇനി ഇത് രണ്ടും ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ആവാനായിട്ടും പാടുകളൊക്കെ പോകാനായിട്ടും പിന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടാനായിട്ടും നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ബോഡിയിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് പീൽ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ചേർക്കാൻ പോകുന്നത് ചെമ്പരത്തിയുടെ പൂ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള പൗഡറാണ്. ഇനിയിപ്പോൾ ഒരു ചെമ്പരത്തിയുടെ പൂ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് പെറ്റൽസിൻ്റെ ആ ഒരു പൗഡർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ റോസ് പൂ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ആ ഒരു പൗഡറില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റെഡ് സാൻഡൽ പൗഡറാണ്, രക്തചന്ദനത്തിന്റെ പൗഡർ. അത് ഞാനിവിടെ ഈക്വൽ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. നമുക്ക് മുഖക്കുരു വന്ന് പോയിട്ടുണ്ടാവുന്ന പാടും തഴമ്പും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു റെഡ് സാൻഡലിന്റെ പൗഡർ കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഇതിനകത്തേക്ക് 6 പൗഡേഴ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പയറുപൊടി, പിന്നെ ഒന്ന് നമ്മുടെ റെഡ് ലെൻറ്റിൽ ചുമന്ന പരിപ്പ്, കസ്തൂരി മഞ്ഞൾ, ഓറഞ്ച് പീൽ പൗഡർ, ചെമ്പരത്തിയുടെ പൗഡർ, പിന്നെ റെഡ് സാൻഡിൽ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് വേറെ ആരുമില്ല, നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും നേരം നമ്മൾ പൗഡേഴ്സ് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കസ്തൂരി മഞ്ഞൾ മാത്രം 1 ടേബിൾ സ്പൂണ്. ബാക്കി എല്ലാ പൗഡേഴ്സും നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സ്ക്രബ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരാളെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാത്ത് പൗഡർ, മാജിക്കൽ ബാത്ത് പൗഡർ റെഡി ആയിട്ട് വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. പക്ഷെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് കോക്കനട്ട് ഓയിലിന് ഭയങ്കര പേടിയാണ്. പിമ്പിൾസ് വരുമോ എന്നുള്ള പേടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചേരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നോ പ്രോബ്ലം. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയുന്നതാണ്. നമ്മളത് അങ്ങനെ വിടാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ ആൽമണ്ട് ഓയിൽ തന്നെയാണ് ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. നമ്മുടെ സ്പൂൺ വെച്ചൊന്നും പെട്ടെന്ന് ഒന്നും മിക്സായി വരത്തില്ല. നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സാക്കി കൊണ്ടുവരണം. അപ്പോൾ ഒരു പരന്ന ഒരു പാത്രത്തിനകത്തേക്ക് ഞാനിതങ്ങ് ആഡ് ചെയ്തിട്ട് നല്ല കൈ വെച്ചങ്ങ് മിക്സാക്കി കൊണ്ടുവരാണ്. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കട്ട കൂടാതെ വേണം മിക്സാക്കാനായിട്ട്. കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല. നമ്മളിതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊണ്ടുവരാം. മിക്സാക്കിയതിന് ശേഷം നമ്മളിതങ്ങ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നമ്മളിതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കണം. പുറത്ത് തന്നെ നമുക്ക് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. 1-2 മാസം അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. നമ്മളൊരു നനവില്ലാത്ത സ്പൂണൊക്കെ വെച്ചെടുക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതല്ല ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ഒന്ന് ചെയ്തു വരാം. ഗൈസ്, ദാ നമ്മുടെ മാജിക്കൽ ബാത്ത് പൗഡർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി
കഴുകി വരാവുന്നതാണ് കേട്ടോ. ഫേസിലേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴുകി വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. ബോഡിയിലേക്ക് നമ്മൾ നോർമലി കുളിച്ച് വരുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാം. അതുപോലെ തന്നെ ഫേസിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിന് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡർ എടുത്തിട്ട് അതിനകത്തേക്ക് തൈരാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൈര് സൂട്ടാവാത്തവർക്ക് പാൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് പാൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ സ്കിന്നുകാർക്ക് റോസ് വാട്ടർ, തൈരും ചേരുന്ന ആൾക്കാരുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഉപയോഗിച്ച് വരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് ഇത് ഓയിൽ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഓയിൽ ആഡ് ചെയ്ത് കൊണ്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും അത്രയും സൂപ്പറായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.